കഴിഞ്ഞ 2 മാസത്തിനിടെ അടുപ്പിച്ചടുപ്പിച്ച് 10ലേറെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയത്. തമിഴ് മണ്ണിൽ താമര വിരിയിക്കണമെന്ന് അത്ര അച്ചിട്ടുറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ആദ്യം DMK-ക്കൊപ്പവും പിന്നീട് ADMK-ക്കൊപ്പവും സഖ്യം ചേർന്നപ്പോൾ ഉണ്ടാക്കിയ നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി ഒറ്റയ്ക്ക് ഇരട്ട അക്ക സീറ്റ് നേടണമെന്ന വാശിയിലാണ് NDA സഖ്യം. അത് നടക്കുമോ? നിധി കാക്കും ഭൂതത്തെ പോലെ വർഗീയതയ്ക്കെതിരെ കോട്ടകെട്ടി തമിഴ്നാട് കാക്കുന്ന ദ്രാവിഡ കക്ഷികളെ മറികടന്ന് തമിഴ് മണ്ണിൽ ഇടം നേടാൻ BJP-ക്ക് കഴിയുമോ? ഇപ്പോൾ സർവേ ഫലങ്ങൾ പ്രകാരം BJP-ക്ക് 0 സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ മുന്നണി വൻ പരാജയമാണെങ്കിലും തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്നാണ് ലോക് പോൾ സർവേ പ്രവചനം. തമിഴ്നാട്ടിൽ ആകെയുള്ള 39 സീറ്റുകളും പുതുച്ചേരി ഉൾപ്പെടെയുള്ള 40 സീറ്റുകൾ DMK, കോൺഗ്രസ്, ഇടതുപക്ഷം, മുസ്ലിം ലീഗ് കക്ഷികൾ അടങ്ങിയ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് പ്രവചനം. മുന്നണി മര്യാദ പാലിക്കാൻ പാർട്ടിയുടെ 2 സീറ്റ് വിട്ടുകൊടുത്ത സ്റ്റാലിൻ 3ാം മുന്നണിക്ക് കനത്ത പ്രതിരോധമാണ് തീർക്കുന്നത്. BJP-യുടെ വർഗീയ അജണ്ടകളെ പൊളിച്ചടുക്കി തമിഴ്നാട്ടിൽ വെട്രിക്കൊടി പാറിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സ്റ്റാലിനും കൂട്ടരും. രാഹുൽ ഗാന്ധി സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് സ്റ്റാലിൻ. തമിഴ് തനിമയെ എന്തു വില കൊടുത്തും കാത്തു സൂക്ഷിക്കുമെന്നാണ് സ്റ്റാലിൻ അടിവരയിട്ട് ആവർത്തിക്കുന്നത്. ഇത്തവണ 22 സീറ്റിൽ DMK-യും 9 കോൺഗ്രസും 2 വീതം CPM-ഉം CPI-യും VCK-യും ഓരോ സീറ്റിൽ വീതം മുസ്ലിം ലീഗ്, MDMK, KMDK എന്നിവരാണ് ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യത്തിലായിരുന്ന ADMK നിലവിൽ കാവി പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് വിജയകാന്തിന്റെ DMDK-ക്കൊപ്പമാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 34 സീറ്റുകളിൽ ADMK മത്സരിക്കുന്നു. DMDK 5 സീറ്റുകളിലും മാറ്റുരയ്ക്കുന്നു. SDPI, മജ്ലിസെ ഇസ്തിഹാദുൽ മുസ്ലിമീൻ തുടങ്ങിയ കക്ഷികളും ഇത്തവണ ADMK-ക്കൊപ്പമാണ്. NDA-യുടെ 3ാം മുന്നണിയിൽ BJP, പട്ടാളി മക്കൾ കക്ഷി, തമിഴ് മാനില കോൺഗ്രസ് എന്നിവരാണുള്ളത്. 19 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. പട്ടാളി മക്കൾ കക്ഷി 10 സീറ്റിലും തമിഴ് മാനില കോൺഗ്രസ് 3 ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ ഘടകം 2 മത്സരിക്കുന്നു. 1 സീറ്റിൽ വിമത ADMK നേതാവ് O. പനീർശെൽവമാണ്. 4 സീറ്റിൽ സഖ്യകക്ഷികൾ BJP ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. 2014-ലാണ് BJP തമിഴകത്ത് 3ാം മുന്നണി പരീക്ഷിച്ചത്. അന്ന് സഖ്യം 19% വോട്ടുകൾ നേടി, 2 സീറ്റും കിട്ടി. 2019-ലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ADMK സഖ്യത്തിനൊപ്പമായിരുന്നു. കഴിഞ്ഞ വർഷം സഖ്യം തകർന്നു. മുഖ്യ എതിരാളിയായി ഉയർത്തിക്കാട്ടുന്നത് DMK ആണെങ്കിലും ADMK-യുടെ വോട്ട് ബാങ്കിലാണ് BJP-യുടെ കണ്ണ്. അതിനുവേണ്ടി വിയർപ്പൊഴുക്കുകയാണ് K. അണ്ണാമലയും കൂട്ടരും. അണ്ണാമല മത്സരിക്കുന്ന കോയമ്പത്തൂർ, വിനോദ് P. സെൽവം മത്സരിക്കുന്ന ചെന്നൈ സെൻട്രൽ, മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ മത്സരിക്കുന്ന ചെന്നൈ സൗത്ത് തുടങ്ങിയ മണ്ഡലങ്ങളാണ് BJP-യുടെ ഇത്തവണത്തെ തുറുപ്പുചീട്ട്. നീലഗിരിയിൽ കേന്ദ്രമന്ത്രി L. മുരുകനും കന്യാകുമാരിയിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും മത്സരിക്കുന്നത് വിജയിക്കാൻ സാധിക്കാതെ വന്നാലും വൻ പോരാട്ടം നടത്തി വോട്ട് ബാങ്ക് ഉയർത്താനാണ്. അണ്ണാ DMK-യുമായി സഖ്യമുള്ളപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷം തങ്ങളാണെന്നായിരുന്നു BJP-യുടെ അവകാശവാദം. അത് തെളിയിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അതിനായി ADMK-യുടെ വോട്ട് പരമാവധി ചോർത്താനും പദ്ധതിയുണ്ട്. ADMK കോട്ടയായിരുന്ന കൊങ്കുനാട് തെക്കൻ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് പിന്നിലും ഇതേ ഉദ്ദേശമാണ്. എന്നാൽ DMK സഖ്യം വിജയിച്ചാലും തങ്ങളുടെ വോട്ട് BJP-ക്ക് പോകാതിരിക്കാൻ ADMK ശ്രമിക്കുമെന്നത് ഇവർക്ക് തിരിച്ചടിയാണ്. 2 അക്ക സീറ്റ് പിടിക്കുമെന്നാണ് നേതാക്കൾ ആവർത്തിക്കുന്നതെങ്കിലും അത് 20% വരെ വോട്ട് ഷെയർ ഉയരുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ അവകാശവാദം. അത് സാധിച്ചാൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെ രൂക്ഷമായി എതിർക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ സ്വാധീനമുറപ്പിക്കാനുള്ള BJP-യുടെ ശ്രമങ്ങൾ വിജയിക്കുമോ എന്ന് കാത്തിരുന്നറിയേണ്ടതുണ്ട്.